ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഈ സൺഡേ നമുക്ക് ധ്യാനിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന സുവിശേഷം വിധക്കാരൻ്റെ ഉപമ ഈശോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഉപമ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ല ഈ ഈശോ ഈ ഉപമ പറഞ്ഞു കൊടുക്കുന്നതും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ഇത് വായിക്കുമ്പോൾ നാച്ചുറലി ചിലരുടെ ഉള്ളിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചോദ്യങ്ങളിൽ ഒന്ന് ഇതൊരു വിധക്കാരനാണ് വിതയ്ക്കുന്നത്, എന്നിട്ടും ആളുടെ കയ്യിൽ നിന്ന് ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് ചിലപ്പോൾ ഒരു വേലിയിലൊക്കെ ഉള്ള മുള്ളിൽ വീണു എന്നുള്ളതാണ്. ഒരു എക്സ്പേർട്ടായ ഒരാളിൽ നിന്നും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? രണ്ടാമത്തെ കാര്യം, എന്നിട്ടും ഈ സ്ഥലങ്ങളിൽ നിന്നും ഫലം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ ഒരു വിരോധാഭാസമുണ്ട്, അല്ലെ? വഴിയുടെ പർപ്പസ് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുകയല്ല. യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ സുവിശേഷം നടക്കുന്ന, അല്ലെങ്കിൽ ഈ സുവിശേഷം ഈശോ പറഞ്ഞു കൊടുത്ത ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പാലസ്തീൻ്റെ പാടങ്ങൾ ഭയങ്കര കാറ്റുള്ള പാടങ്ങളാണ്. വിധക്കാരൻ ഇങ്ങനെ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയിൽ വീഴും, ചിലത് പാറപ്പുറത്ത് വീഴും, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീഴും എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈശോ ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈശോ ഈ ഉപമ എടുക്കുന്നത്. നമ്മൾ പക്ഷെ ഇതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയലുകളാകേണ്ട ഇടങ്ങൾ എങ്ങനെയാണ് വഴികളായി മാറിയത് എന്നുള്ളൊരു ചോദ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കേണ്ട ഇടങ്ങൾ എങ്ങനെ പാറകെട്ടുകളായി മാറി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലെങ്കിൽ വിത്തിന് വളരാൻ സാധിക്കാത്ത മുള്ളിടങ്ങളായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, അല്ലേ? ശരിയല്ലേ? സുവിശേഷത്തിന് ചേരാത്ത ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ചില വഴികൾ നമ്മുടെ വയലുകളിലുണ്ട്, നമ്മുടെ ഹൃദയ വയലുകളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കും, തെറ്റായ ബന്ധങ്ങളോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ചില കാര്യങ്ങളൊക്കെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില നമ്മുടെ ഹാബിറ്റ്സ് കുറഞ്ഞുകൂടി ഒരു പാറക്കെട്ട് പോലെയൊക്കെ ആയിട്ടുണ്ടാവും. സുവിശേഷത്തിൻ്റെ വേരിന് ഇറങ്ങാനായിട്ട് സ്പേസുകളില്ലാത്ത പാറക്കെട്ടുകളായിട്ട് മാറിയിട്ടാണ് നമ്മുടെ ഹാബിറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരമോ എന്ത് തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ തന്നെയോ മറ്റുള്ളവരെയോ മുറിപ്പെടുത്തുന്ന ചില മുള്ളിടങ്ങളും എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുക? സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ശരിയാണ്, ചില തെറ്റായ വഴികളിലേക്കോ അല്ലെങ്കിൽ ചില ഡീവിയേഷൻസൊക്കെയോ നമുക്ക് ഉണ്ടാകാം. നമ്മുടെ നിരാശയോ സംഘർഷങ്ങളോ അഹങ്കാരമോ കുറഞ്ഞുകൂടി മാർക്കറ്റുകളൊക്കെ ഉണ്ടാകും. ഇതിനെ ഉഴുതുമറിച്ച് വീണ്ടും വീണ്ടും വയലാക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നമ്മളിങ്ങനെ ഉഴുതുമറിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു അനുദിന ജീവിതം നമ്മളിങ്ങനെ പുനർപരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇതിനു കൂടി ഒരു ആഴമുള്ള വാക്ക് എനിക്ക് തോന്നുന്നു അൺലേൺ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൊച്ചു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഞാനിങ്ങനെ ഡീക്കനായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കണ്ണു കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കാഴ്ച തീരെയില്ലാത്ത ചില അമ്മമാരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോയി. ഞാൻ അവരിങ്ങനെ അടുത്ത് നിരീക്ഷിക്കുകയായിരുന്നു, ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തുകയായിരുന്നു. അവരുടെ ഒരു സന്തോഷം ഭയങ്കരമാണ്. ഒരു സമയത്ത് ഞാൻ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ വെള്ളം മൂടിയിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറൊക്കെ ആയിട്ട് പല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ അവരിങ്ങനെ ചിരിക്കുമ്പോൾ എനിക്കൊരു അഭംഗി തോന്നി. പിന്നീട് ഞാൻ എൻ്റെ ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ ഞാനിങ്ങനെ വിലയിരുത്തുകയായിരുന്നു അന്ന് വൈകുന്നേരം. എന്തൊരു വെട്ടം കുറഞ്ഞ മനുഷ്യനാണ് ഞാൻ, അല്ലേ? അവരുടെ ഒരു ലോകത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോകമാണ് അവരുടേത്. ആരും വിധിക്കാനായിട്ട് അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ശരിയാണ്, കണ്ണ് കാണുന്നില്ല, ഒരു തുള്ളി തരുമ്പ് വെട്ടം പോലും അകത്ത് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യനെ അറ്റ്ലീസ്റ്റ് അവൻ്റെ ഒരു സുന്ദരനെന്നോ അല്ലെങ്കിൽ സുന്ദരനല്ലാത്തൊരു മനുഷ്യനെന്നോ വിധിക്കാനായിട്ട് കെൽപ്പില്ലാത്തൊരു ലോകം. നേരെ മറിച്ച് ഒരുപാട് കാണുന്നു അല്ലെങ്കിൽ ഒരുപാട് വെട്ടമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഞാൻ എന്തായി മാറുകയാണ്? ചില മനുഷ്യർ ശരിയല്ല, ചിലർ തെറ്റാണ്, അല്ലെങ്കിൽ ചിലർ ഭംഗിയുള്ളവരാണ്, ഭംഗിയില്ല എന്ന് വിധിക്കുന്ന ചെറിയൊരു അല്ലെങ്കിൽ ഒരു സ്കെയില് മാത്രമായിട്ട്, ഒരു അളവ് പോലും മാത്രമായിട്ട് ഞാൻ ചുരുങ്ങിയാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ഇടുങ്ങിയ മനസ്സിൽ സുവിശേഷത്തിൻ്റെ വിത്തുകൾ വളരില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാനിതിനെ പുനർപരിശോധന നടത്തണം. ഞാൻ എന്നെ തന്നെ അൺലേൺ ചെയ്യണം. നമ്മളൊരു സഹോദരനെ വിധിക്കാതെ അവനെയും ഈ ഈശോ ചേർത്ത് പിടിക്കുന്നൊരു ഹൃദയത്തിൻ്റെ ഒരിടം ഞാൻ സ്വയം രൂപകൽപ്പന ചെയ്യണം. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഞാൻ നടത്തണം. ഈ ഹൃദയവയൽ ഞാനിങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ്. സുവിശേഷത്തിന് നിരക്കാത്ത ചിലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വഴികൾ
വയലാകേണ്ട ഇടങ്ങൾ വഴികളായി മാറിയ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. അല്ലെങ്കിൽ അത്തരം പാറക്കെട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ അൺലേൺ ചെയ്തുകൊണ്ട് ഈശോയുടെ വചനം മുളയ്ക്കുന്നൊരിടങ്ങളായിട്ട് മാറണം എന്നുള്ളതാണ്. നമ്മൾ ഈശോ ഫലത്തിൻ്റെ ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ എന്തോരം ഫലം ലഭിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ അകത്ത് ഈശോ പറയുന്നുണ്ട് 100 മേനിയോ 60 മേനിയോ 30 മേനിയോ. എല്ലാ ഇടങ്ങളിൽ നിന്നും ഈശോ 100 മേനി ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ഒരു ഇഫേർട്ടിനെ ഈശോ ഒരുപാട് മാനിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ നിലങ്ങളൊക്കെ ഇങ്ങനെ ഉഴുതുമറച്ച് നല്ല നിലങ്ങളായിട്ട് മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.